ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ദൗത്യം അതിന് കേവലം മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പറഞ്ഞു വരുന്നത് ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യർ പോവുകയാണ്. അരനൂറ്റാണ്ട് മുൻപ് പകുതി വെച്ച അല്ലെങ്കിൽ ബാക്കിയാക്കി പോയ സ്വപ്നം അത് വീണ്ടും ചിറകു വിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. കാരണം 54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യർ വീണ്ടും ചന്ദ്രനരികിലേക്ക് പോവുകയാണ്. ആർട്ടിമിസ് 2 എന്ന ദൗത്യം നാസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിന്റെ ലോഞ്ചിങ്, അതിന്റെ വിക്ഷേപണം 3:54 ഫ്ലോറിഡയിലെ അമേരിക്കയിലെ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിലെ വിക്ഷേപണത്തറയായ L-39Bയിൽ വെച്ച് സംഭവിക്കാൻ പോവുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 4 പേർ, മനുഷ്യരുടെ പ്രതിനിധികളായി 4 പേർ ചന്ദ്രനരികിലേക്ക് പോവാൻ പോവുകയാണ്. അതിന്റെ തത്സമയ കാഴ്ചകളും അതിന്റെ വിവരങ്ങളും അതിന്റെ വിശദാംശങ്ങളും എല്ലാമായി ഈ തത്സമയ സംപ്രേഷണം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യെസ്, ആർട്ടിമിസ് 2 എന്ന ദൗത്യം 2 തവണ സാങ്കേതിക തകരാറ് കൊണ്ട് മാറ്റിവെച്ച ആ ദൗത്യം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നാസ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അല്പസമയത്തിനകം, അതായത് കൃത്യം നേരത്തെ പറഞ്ഞതുപോലെ 3:54 അതിന്റെ വിക്ഷേപണ സമയം. ഒറയൺ എന്ന് പറയുന്ന പേടകം, അതിലാണ് 4 ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രനരികിലേക്ക് പോകാൻ പോകുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ദൗത്യത്തിൽ പക്ഷേ ഈ സഞ്ചാരികൾ ഇത്തവണ ചന്ദ്രനിൽ ഇറങ്ങില്ല. പകരം ചന്ദ്രനെ വലം വെച്ച് തിരികെ ഭൂമിയിലേക്ക് വരിക എന്നതാണ് ആ ദൗത്യത്തിന്റെ പ്രത്യേകത. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ എന്ന് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തുകൊണ്ട് ഇത്രമാത്രം പ്രത്യേകത ആർട്ടിമിസ് 2 ഉണ്ടാകുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇതാ നോക്കുന്നത് പോലെ 54 വർഷത്തിന് ശേഷമാണ് മനുഷ്യർ ഭൂമിയിലേക്ക് പോകുന്നത് എന്നതും സുപ്രധാനമായ കാര്യം. നമുക്കറിയുന്നത് 1969 തൊട്ട് 1972 വരെ ഉണ്ടായ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ചാന്ദ്രദൗത്യങ്ങൾ, മനുഷ്യനെ വഹിച്ചുള്ള ചാന്ദ്രദൗത്യങ്ങൾ നടന്നത്. അതിൽ 1972 ശേഷം പിന്നീട് ദൗത്യങ്ങളൊന്നും സംഭവിച്ചില്ല, മനുഷ്യരെ ഉപയോഗിച്ചുള്ള ദൗത്യങ്ങൾ സംഭവിച്ചില്ല എന്നതാണ് വാസ്തവം. അതിന് പിന്നാലെ നമ്മൾ ഒരുപാട് പേടകങ്ങളെ ചന്ദ്രനിലേക്ക് അയച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ചന്ദ്രയാൻ ഉൾപ്പെടെയുള്ള പേടകങ്ങൾ അങ്ങനെ ചന്ദ്രനിൽ എത്തിയിട്ടുമുണ്ട്. അതൊക്കെ ചരിത്രമാണ്. പക്ഷേ വീണ്ടും മനുഷ്യർ ചന്ദ്രനിലേക്ക് പോകാൻ പോകുന്നു എന്നതുകൊണ്ടാണ് ഇത്രമേൽ പ്രത്യേകത ഈ ആർട്ടിമിസ് 2 എന്ന ദൗത്യത്തിന് ഉള്ളത്. 54 വർഷം, അരനൂറ്റാണ്ടിന് ശേഷം മനുഷ്യർ ഭൂമിയിലേക്ക് പോവുകയാണ്. താണ്ടാൻ പോകുന്ന ദൂരത്തിനുമുണ്ട് ഒരു പ്രത്യേകത. 4 ലക്ഷം കിലോമീറ്റർ അകലേക്ക് ഈ ദൗത്യം, ഈ പേടകം മനുഷ്യരെയും വഹിച്ച് പോവുകയാണ്. അതിനർത്ഥം ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ, ഇതുവരെ മനുഷ്യർ എത്താത്ത അത്രയും അകലേക്ക് മനുഷ്യർ പോകുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. 4 ലക്ഷം എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി നമുക്കറിയാം ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള അകലം 3.84 ലക്ഷം കിലോമീറ്റർ ആണ്. ഇത് ചന്ദ്രനെയും കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ചന്ദ്രനെ ചുറ്റി വരണം, ചന്ദ്രന്റെ ഭ്രമണപഥം മറികടന്ന് അപ്പുറത്തേക്ക് പോയി ചന്ദ്രനെ ചുറ്റി വരുന്ന രീതിയിലാണ് ഈ ദൗത്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 ലക്ഷം കിലോമീറ്റർ അകലേക്ക് നമ്മുടെ മനുഷ്യർ എത്താൻ പോവുകയാണ്. അതൊരു റെക്കോർഡാണ്. ഇതുവരെ മനുഷ്യരാശിയിൽ ആരും അത്രയും അകലേക്ക് ഭൂമിയിൽ നിന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആർട്ടിമിസ് 2 എന്ന ദൗത്യം ആ രീതിയിലും ശ്രദ്ധ നേടുകയാണ്, നാഴികക്കല്ലായി മാറുകയുമാണ്. ഇനി ആകെ യാത്ര ചെയ്യുന്ന ദൂരം 11.5 ലക്ഷം കിലോമീറ്റർ ആണ്. 10 ദിവസം കൊണ്ട് 11.5 ലക്ഷം കിലോമീറ്റർ അകലേക്ക് പോയി, അല്ലെങ്കിൽ അത്രയും മാത്രം യാത്ര ഈ പേടകം ഉപയോഗിച്ച് യാത്രികർ നടത്തുന്നു എന്നുള്ളതാണ്. എങ്ങനെ അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് സംശയം കാണും. അതായത് ഇവിടുന്ന് കുതിച്ചുയരുന്ന റോക്കറ്റിൽ നിന്നും പിന്നീട് പേടകം വേർപെടുന്നു. പക്ഷേ ആ ഒറ്റയടിക്ക് ചന്ദ്രനിലേക്ക് പോകാതെ ഭൂമിയെ 2 തവണ ഭ്രമണം ചെയ്ത ശേഷം പിന്നീട് ചന്ദ്രന്റെ ഭ്രമണപഥം ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ചെയ്യുന്നത്. ചന്ദ്രനെയും കടന്ന് തിരികെ ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന അത്രയും ദൂരമാണ് ഈ 11.5 ലക്ഷം കിലോമീറ്റർ. അതും ഒരു മറ്റൊരു റെക്കോർഡായി മാറുകയാണ്. ഇനി ആരൊക്കെയാണ് ഈ ചാന്ദ്രദൗത്യത്തിൽ ചന്ദ്രനരികിലേക്ക് പോകുന്ന ആ മനുഷ്യർ? അവരെ കുറിച്ചാണ് ഇനി വളരെ വിശദമായി നമ്മൾ പറയാൻ പോകുന്നത്. ഇതാണ് ആ മിഷന്റെ കമാൻഡർ റീഡ് വൈസ്മാൻ എന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭനായ ഒരു ആസ്ട്രോനോട്ട് ആണ്, നാസയുടെ ആസ്ട്രോനോട്ട് ആണ് ഈ റീഡ് വൈസ്മാൻ. അദ്ദേഹത്തിന് നിരവധി തവണ ബഹിരാകാശത്തേക്ക് പോയ പാരമ്പര്യമുണ്ട്. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ആളാണ് ഇതിന്റെ മിഷൻ കമാൻഡറായ റീഡ് വൈസ്മാൻ.
നാസയുടെ ആസ്ട്രോനോട്ട് ആണ് എന്ന കാര്യം ഓർക്കുക. രണ്ടാമത്തെ ആൾ വിക്ടർ ഗ്ലോവർ, അദ്ദേഹമാണ് ഈ മിഷന്റെ പൈലറ്റ്. ഇദ്ദേഹമാണ് ആ പേടകത്തെ നിയന്ത്രിക്കുകയും അത്തരം സാങ്കേതികമായ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് വിക്ടർ ഗ്ലോവർ ആണ്. ഇദ്ദേഹവും നാസയുടെ ആസ്ട്രോനോട്ട് ആണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത കറുത്ത വർഗ്ഗക്കാരനാണ് എന്നുള്ളതാണ്. അത് എടുത്തു പറയാനുള്ള കാരണം ഇതുവരെ ആ രീതിയിൽ അങ്ങനെ ഒരു നിറത്തിന്റെ പേരിലൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെ മറ്റാരും ഇതുവരെ ചന്ദ്രനിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് ഒരു പക്ഷെ ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരൻ, ചന്ദ്രനരികിലേക്ക് പോകുന്ന കറുത്ത വർഗ്ഗക്കാരൻ എന്ന രീതിയിലും വിക്ടർ ഗ്ലോവർ അറിയപ്പെടുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു പ്രത്യേകത കൂടി ഈ മിഷനുണ്ട് എന്നുകൂടി ഓർക്കുക. ഇനി മൂന്നാമത്തെ ആൾ ക്രിസ്റ്റീന കോച്ചാണ്. മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്, ശാസ്ത്രജ്ഞയാണ് നാസയുടെ. അതുകൊണ്ട് തന്നെ ഈ 10 ദിവസം കൊണ്ട് ചെയ്യാൻ പോകുന്ന പരീക്ഷണങ്ങളും ഒബ്സർവേഷൻസും ഒക്കെ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ് ക്രിസ്റ്റീന കോച്ച്. ഇനി ഇവർക്കുമുണ്ടൊരു പ്രത്യേകത. ഇതുവരെ ഈ പറയുന്നത് പോലെ അപ്പോളോ ദൗത്യങ്ങളൊക്കെ നമ്മുടെ പഠന വിഷയമാക്കിയതാണ്. നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ വായിച്ചൊക്കെയും ഒക്കെ കണ്ടും TV-യിൽ കണ്ടുമൊക്കെ അറിഞ്ഞതാണ് അപ്പോളോ ദൗത്യങ്ങളെ കുറിച്ച്. പക്ഷേ ആ ദൗത്യങ്ങളിൽ ഒരിക്കൽ പോലും ഒരു വനിത ചന്ദ്രനിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യ വനിത, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ചന്ദ്രനരികിലേക്ക് പോകുന്ന, ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് പോകുന്ന ആദ്യ വനിത എന്ന ഖ്യാതി ഇനിയിപ്പോൾ ക്രിസ്റ്റീന കോച്ചിന് സ്വന്തമായിരിക്കും. നാസയുടെ ശാസ്ത്രജ്ഞയാണ്, മിഷൻ സ്പെഷ്യലിസ്റ്റായാണ് ആർട്ടിമിസ് 2 എന്ന ദൗത്യത്തിൽ ക്രിസ്റ്റീന കോച്ച് പങ്കെടുക്കുന്നത്. ഇനി നാലാമത്തെയാൾ ജെറമി ഹാൻസൺ എന്ന് പറയുന്ന മിഷൻ സ്പെഷ്യലിസ്റ്റ് കൂടി ഈ ദൗത്യത്തിന്റെ ഭാഗമായി പോകുന്നുണ്ട്. ഇദ്ദേഹത്തിന് കൊണ്ടൊരു പ്രത്യേകത, ഇദ്ദേഹം നാസയുടെ ആസ്ട്രോനോട്ട് അല്ല, ഇദ്ദേഹം കനേഡിയൻ ആസ്ട്രോനോട്ട് ആണ്. അപ്പോൾ 3 US ആസ്ട്രോനോട്ടും ഒരു കനേഡിയൻ ആസ്ട്രോനോട്ടുമാണ് ഈ ആർട്ടിമിസ് 2ന്റെ ഭാഗമായി 4 പേരായി ഈ ദൗത്യത്തിൽ ചന്ദ്രനരികിലേക്ക് പോകുന്നത് എന്ന കാര്യം ഓർക്കുക. അതായത് റീഡ് വൈസ്മാൻ, മറ്റൊന്ന് വിക്ടർ ഗ്ലോവറും, മറ്റൊന്ന് ക്രിസ്റ്റീന കോച്ച് ആൻഡ് ഫൈനലി ജെറമി ഹാൻസൺ എന്നീ 4 പേരാണ് മനുഷ്യരുടെ പ്രതിനിധികളായി ഈ ചന്ദ്രനരികിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. ഇനി തത്സമയ ദൃശ്യങ്ങൾ നാസയുടെ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. നേരത്തെ മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ അതിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചതാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം നടത്താൻ പോകുന്നത്. ദൃശ്യങ്ങൾ തന്നെ പ്രേക്ഷകർക്ക് വ്യക്തമാണ്. ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ അത്രയും വലിപ്പമുള്ളൊരു ഹ്യൂജ് റോക്കറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഈ റോക്കറ്റിന്റെ പേര് SLS റോക്കറ്റ് എന്നാണ്, സ്പേസ് ലോഞ്ച് സിസ്റ്റം. SLS എന്ന് പറയുന്ന ആ റോക്കറ്റ് ഉപയോഗിച്ചാണ് ഒറൈൻ പേടകത്തിനകത്താണ് ഈ 4 പേർ ഉണ്ടാവുക. അവർ ഇരുന്നാണ് യാത്ര ചെയ്യുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 ഈ പ്രത്യേക ഇരിപ്പിടങ്ങൾ. ആ ഇരിപ്പിടങ്ങളിൽ അവർ ഇതിനോടകം ഇരിപ്പുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവർ ഒരു പ്രത്യേക സ്യൂട്ട് ധരിച്ചാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായി പങ്കെടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നാസയുടെ സ്പേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. അദ്ദേഹം ഈ ദൗത്യത്തെക്കുറിച്ച് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അതിലേക്ക് തത്സമയം. We're going to send them farther into space than any humans might have gone before, 250,000 miles away, and it's going to set up for the subsequent missions. That's why we're going into the golden age of science and discovery right now, because you're going to see moon rocket launch in 2027 when we do our testing with the lander. We're going to go for the landing on Artemis 4 in 2028, and in parallel, we're going to build the moon base, right? And that is going to be filled with science discovery and tech demonstrations that's going to support the enduring presence we're trying to create on the surface. Absolutely. So honestly, history-making years ahead of us, with Artemis 3 and 4. But first is Artemis 2. What will be our single greatest takeaway from this mission? Well, I'll tell you, after ignition, to me, the moment that I'm going to be most excited for is splashdown. There's no question about that. വിശദീകരണമാണ് ഇപ്പോൾ അവിടെ അഡ്മിനിസ്ട്രേറ്റർ നൽകിയിരിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ആർട്ടിമിസ് 2 എന്നറിയപ്പെടുന്നു? അപ്പോൾ ആർട്ടിമിസ് 1 കഴിഞ്ഞോ? ആർട്ടിമിസ് 2ന് ശേഷം ഇനി 3ഉം 4ഉം ഒക്കെ ഉണ്ടാകുമോ എന്ന സ്വാഭാവിക ചോദ്യമുണ്ട്. ആർട്ടിമിസ് 1 കഴിഞ്ഞു, അതൊരു മാൻഡ് മിഷൻ ആയിരുന്നില്ല, മനുഷ്യർ ഉപയോഗിച്ച് നടത്തിയൊരു മിഷൻ അല്ല. ഈ പറയുന്ന ആർട്ടിമിസ് 2 ആണെങ്കിൽ പോലും അതൊരു ടെസ്റ്റ് മിഷനാണ്. അതായത് ചില സാങ്കേതിക വിദ്യകൾ പരിശോധിക്കാനും അതോടൊപ്പം തന്നെ അതിൽ പങ്കെടുക്കുന്ന മനുഷ്യർക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ വ്യതിയാനങ്ങൾ പഠിക്കുകയുമാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട്, ഇവർ അവിടെ ഇറങ്ങുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ മിഷൻ നടത്തുന്ന? ഒരുപാട് പ്രേക്ഷകർ സംശയമായിട്ട് ചോദിക്കുന്നുണ്ട്. അതിൽ തന്നെ ഉത്തരവുമുണ്ട്. കാരണം മനുഷ്യരെ ഈ ചന്ദ്രനിൽ ഇറക്കുക എന്നത് അത്യമേൽ
വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സാണ്. അത് അരനൂറ്റാണ്ട് മുൻപ് ചെയ്തതാണ്. പക്ഷേ ഈ 54 വർഷങ്ങളായി അത്തരം ഗവേഷണങ്ങൾ വളരെ എന്താണ് പറയുക മുൻപ് നടന്നതുപോലെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു അനോമലിയും ഒരു തെറ്റും സംഭവിക്കാതെ മനുഷ്യരെ അവിടെ ഇറക്കുകയും തിരികെ ഭൂമിയിലേക്ക് എത്തിക്കാനും കഴിയണം. അതുകൊണ്ട് തന്നെ ചില ടെസ്റ്റുകൾ, അതായത് ചില പരിശോധനകളൊക്കെ നടത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായ ഒരു ടെസ്റ്റ് മിഷനായി, അതായത് ഇവർ ഉപയോഗിക്കുന്ന സ്പേസ് സ്യൂട്ടാണെങ്കിലും ഇവർ ഉപയോഗിക്കുന്ന പേടകമാണെങ്കിലും അതിൽ കൃത്യമായി കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കുക കൂടിയാണ് ഈ ആർട്ടിമിസ് 2 എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം. ആർട്ടിമിസ് 3 എന്ന് പറയുന്ന അടുത്ത ഘട്ടം അത് 2028 സംഭവിക്കുമെന്നാണ് ഇപ്പോൾ നാസ അറിയിക്കുന്നത്. 2028 സംഭവിക്കുന്ന ആർട്ടിമിസ് 3 എന്ന മെഷീനിൽ വെച്ച് മെഷീനറീസ്, അതായത് മനുഷ്യരെ പൂർണ്ണമായി ചന്ദ്രനിൽ ഇറക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള മെഷീനറീസിന്റെയൊക്കെ സിസ്റ്റത്തിന്റെയൊക്കെ ഒരു ടെസ്റ്റിംഗ് ആയിരിക്കും നടക്കുക എന്നാണ് നാസ അറിയിക്കുന്നത്. ഇനി അതും കഴിഞ്ഞ് 2030 മുമ്പായി ആർട്ടിമിസ് 4 എന്ന ദൗത്യം നടക്കും. ആ ദൗത്യത്തിലായിരിക്കും മനുഷ്യർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുക എന്നാണ് നാസ വ്യക്തമാക്കുന്നത്. അപ്പോൾ തുടർ ദൗത്യങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. എന്തായാലും ആർട്ടിമിസ് 2 എന്ന് പറയുന്ന അത്യന്തം നിർണായകമായ ഈ ദൗത്യം ഇതിനോടകം നാഴികക്കല്ലായി മാറുന്നു. കാരണം 54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യർ ചന്ദ്രനരികിലേക്ക് പോവുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായി നടക്കാൻ പോകുന്നത്? ഈ 10 ദിവസം ഏത് രീതിയിലാണ് ഈ ദൗത്യം നടക്കാൻ പോകുന്നത് എന്ന ചോദ്യമുണ്ട്. അതിന് ഏറ്റവും ലളിതമായി ഇതിന്റെ സിഗ്നിഫിക്കൻസ്, ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ എത്രമാത്രം ദൂരേക്ക് മനുഷ്യർ പോകുന്നു എന്ന് നമ്മൾ അറിയണം. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ആക്സിയം 4 എന്ന ദൗത്യത്തിന്റെ ഭാഗമായി 4 പേർ നമ്മൾ ഇന്റർനാഷണൽ സ്പേസ് സെന്ററിലേക്ക് പോയിരുന്നു, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ 400, അതായത് ഭൂമിക്ക് മുകളിൽ ഏതാണ്ട് ഒരു 400 കിലോമീറ്റർ അകലെ മാത്രം സ്ഥിതി ചെയ്യുന്നതാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്നാലോചിക്കുക. വെറും 400 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഇടമാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അവിടേക്ക് പോകുന്ന ഒരുപാട് പേടകങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ സ്പേസ് എക്സും നാസയും ഒക്കെ ആ രീതിയിൽ നടത്തിയിട്ടുമുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത് ചന്ദ്രനിലേക്കാണ്. അവിടേക്കുള്ള അകലം എന്ന് പറയുന്നത് 400 അല്ല, 1000 അല്ല, 10,000 അല്ല, ലക്ഷമല്ല, 3.8 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. അത്രയും ദൂരത്തേക്കാണ് ഈ യാത്ര എന്നതുകൊണ്ട് തന്നെ അത് അത്രമേൽ സങ്കീർണവും പ്രധാനപ്പെട്ടതുമാണ് എന്ന കാര്യം അറിയുക. ഇനി ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങൾ നടത്താനുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നടത്തണം എന്നത് സംബന്ധിച്ച് കൃത്യമായ ചില ക്രമീകരണങ്ങൾ ഇതിനോടകം നാസ ഒരുക്കിയിട്ടുണ്ട്. അതനുസരിച്ചായിരിക്കും ഈ ശാസ്ത്രജ്ഞർ ഈ ദൗത്യത്തിന്റെ ഭാഗമായി പങ്കെടുക്കുക എന്നുകൂടി അറിയുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഭൂമിയിൽ നിന്നും വേർപെട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഗുരുത്വാകർഷണ ബലത്തിലെ കുറവ്, അത് മനുഷ്യ ശരീരത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നത് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 5-ാം ദിവസം ഭൂമിയിൽ നിന്നുള്ള ഗുരുത്വാകർഷണ ബലം കുറയുകയും ചന്ദ്രനുള്ള ഗുരുത്വാകർഷണ ബലം കൂടുകയും ചെയ്യുന്ന ഒരു സമയമായി വരും. ആ സമയത്ത് ഏത് രീതിയിലാണ് അത് മനുഷ്യരിൽ ഉണ്ടാക്കുന്ന പ്രതിചലനങ്ങൾ, പ്രതിഫലനങ്ങൾ, അത് കൃത്യമായി പഠിക്കുക എന്നതുകൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പേടകത്തിൽ സഞ്ചരിക്കുന്ന 4 പേരും ധരിക്കുന്ന ഒരു സ്യൂട്ടുണ്ട്. ഒരു ഓറഞ്ച് കടലുള്ള സ്യൂട്ടാണ്, ഒരു പ്രത്യേക സ്യൂട്ടാണ് ഇവർ ധരിക്കുന്നത്. അതിന് ഒറൈൻ ക്രൂ സർവൈവൽ സിസ്റ്റം എന്നാണ് ആ സ്യൂട്ടിന് പറയുന്ന പേര്. ഒറൈൻ ക്രൂ സർവൈവൽ സിസ്റ്റം, OCSS എന്നാണ് അതിന് പറയുന്നത്. ഒരു പ്രത്യേക സ്യൂട്ടാണ്. അത് ലോഞ്ച് ചെയ്യുന്ന സമയത്തും വിക്ഷേപണ സമയത്തും തിരികെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയത്തും നമ്മുടെ ശരീരത്തിന്റെ ഒരു കവചമായി ഒക്കെ നമ്മുടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്യൂട്ടാണ്. ഇനി അത് മാത്രമല്ല, അതൊരു എമർജൻസി സ്യൂട്ട് കൂടിയായിട്ട് മാറുന്നുണ്ട് എന്നാണ് നാസ പറയുന്നത്. കാരണം ഈ ദൗത്യത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ച് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഈ സ്യൂട്ട് ധരിച്ചു കഴിഞ്ഞാൽ 6 ദിവസത്തേക്ക്, മിനിമം 6 ദിവസത്തേക്കെങ്കിലും ഒരു പ്രശ്നമില്ലാതെ കൃത്യമായി ഓക്സിജൻ അടക്കം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്യൂട്ടാണ് ഈ പറയുന്ന OCSS എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ടെസ്റ്റിംഗ് കൂടി ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിന്റെ ഭാഗമായി ഉണ്ടാകും എന്നാണ് നാസ വ്യക്തമാക്കിയിരുന്നത്. വീണ്ടും തത്സമയ ദൃശ്യങ്ങളിൽ Did you see it? Okay, so everybody's looking at the rocket because it is kind of cool and impressive. One of the coolest things happening over there right now, though, is it's on top of a giant tractor. All food
come in like tubes? It's in these like little plastic bags. You have to like rehydrate it. There's not. I haven't seen sushi in space. It's probably hard to keep that fresh. Did sushi mashed together? My favorite part was this one little girl. She had a യെസ്, question. എന്തായാലും She 4 actually മനുഷ്യർ ചന്ദ്രനിലേക്ക് പോവുകയാണ്, ചന്ദ്രനരികിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ ദൗത്യമായിട്ട് തന്നെ ശാസ്ത്രലോകം കാണുന്നുണ്ട്. അവർക്കുള്ള യാത്രയപ്പ് അത് ഹൃദയഹാരിയായ യാത്രയപ്പാണ് ഇവർക്ക് 4 പേർക്കും അവരുടെ നാട്ടുകാർ നൽകിയത്, അല്ലെങ്കിൽ നാസ നൽകിയത്. അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ കുറേ മാസങ്ങളായി നടക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു. എന്നാൽ 2 തവണ ഈ ദൗത്യം മാറ്റിവെക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഈ ഹീലിയം, ഓക്സിജൻ, അതോടൊപ്പം തന്നെ ഹൈഡ്രജൻ, ലിക്വിഡ് ഹൈഡ്രജൻ, ലിക്വിഡ് ഓക്സിജൻ ഒക്കെ നിറക്കുന്ന സമയത്ത് സംഭവിച്ച ചെറിയ ചോർച്ച, അതിന്റെ ഭാഗമായി ഉണ്ടായ സാങ്കേതിക പിഴവുകൾ, അതെല്ലാം പരിഹരിച്ചാണ് ഇപ്പോൾ പൂർണ്ണമായും അത് വിക്ഷേപണ യോഗ്യമായി മാറിയിരിക്കുന്നതും. ഇപ്പോൾ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. ഈ 4 പേരും ആ പേടകത്തിനകത്ത് ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞു. ആ പേടകത്തിന്റെ ഹാച്ച് അല്ലെങ്കിൽ ഡോറ് അത് അടഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ വിക്ഷേപണത്തിന്റെ കൗണ്ട് ഡൗൺ അത് കുറഞ്ഞു വരും. അങ്ങനെ 0 എന്ന കൗണ്ട് ഡൗണിൽ എത്തുമ്പോഴത്തേക്കും ആ വിക്ഷേപണം നടക്കുകയും ചെയ്യും. ഇനി വിക്ഷേപണത്തിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് ഭൂമിയെയും ചന്ദ്രനെയും കാണാം. ഈ ദൂരത്തിലേക്കാണ് ഈ ദൗത്യം സംഭവിക്കാൻ പോകുന്നത്. ഇനി ഈ 2 ഗോളങ്ങൾക്കിടയിലുള്ള, ഭൂമിക്കും ചന്ദ്രനുമിടയിലുള്ള അകലം നമുക്കറിയാം 3.8 ലക്ഷം കിലോമീറ്റർ ആണ്. ഈ 2 ഗോളങ്ങളുടെയും ചന്ദ്രന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള അകലം എന്ന് നമുക്കറിയാം. ഇവിടേക്ക് ഏത് രീതിയിലാണ് ഈ യാത്ര നടക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഭൂമിയിൽ നിന്നും ആരംഭിക്കുന്നു. ഇതാ 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്കിംഗ് പോയിന്റുകളൊക്കെ കൃത്യമായി ഒന്ന് പ്രേക്ഷകർ കരുതി വെക്കുക. ഈ 1-ാം പോയിന്റിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. അതായത് നടക്കാൻ പോകുന്ന 3:54 നടക്കാൻ പോകുന്ന വിക്ഷേപണം ഈ 1-ാമത്തെ പോയിന്റിൽ വെച്ച് സംഭവിക്കുന്നു. റോക്കറ്റിൽ ഈ പേടകം മുകളിലേക്ക് വിക്ഷേപിക്കും. അതൊരു പരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് വിക്ഷേപണം നടന്ന് 8-ാം മിനിറ്റിൽ തന്നെ ബഹിരാകാശത്തേക്ക് ഈ പേടകത്തെ എത്തിക്കാൻ ഈ റോക്കറ്റിന് കഴിയും. അത്രമേൽ പവർഫുൾ ആയിട്ടുള്ള റോക്കറ്റാണ് SLS, സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന് പറയുന്ന ഈ റോക്കറ്റ്. അതിനുശേഷം പിന്നീട് ആ പേടകത്തെ ഓരോ തവണയായി ഇതിന്റെ ബൂസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ച്, റോക്കറ്റ് ബൂസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ച് വേണം അതിനെ ഉയർത്തി പിന്നീട് ചന്ദ്രനിലേക്ക് യാത്ര അയക്കാൻ. ഇനി എന്താണ് പിന്നീട് സംഭവിക്കുക നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഒറ്റയടിക്ക് ചന്ദ്രനിലേക്ക് പോകുന്ന രീതിയിലല്ല ഇതിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്, വിഭാവനം ചെയ്തിരിക്കുന്നത്. മറിച്ച് ആദ്യം ഭൂമിയെ 2 തവണ ചുറ്റുന്നുണ്ട്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ 2 തവണ ചുറ്റുന്നുണ്ട്. അതും ഒരേ ഭ്രമണപഥമല്ല എന്ന് ഈ ചിത്രങ്ങളിൽ നിന്നും വ്യക്തവുമാണ്. ഈ ഒരു ഭ്രമണപഥം പിന്നീട് കൃത്യമായി ഭ്രമണപഥം ഉയർത്തുന്നത് കാണാം. അതിന് പിന്നാലെ വീണ്ടും ഭ്രമണപഥം ഉയർത്തുന്നു. പിന്നീടാണ് ഈ 4-ാമത്തെ ഉയർത്തലിലാണ് അത് ചന്ദ്രനിലേക്കുള്ള യാത്ര നടത്തുന്നത് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ ഗ്രാഫിൽ നിന്നും വ്യക്തമാണ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യ ദിവസം ഭൂമിക്ക് മുകളിലുള്ള ഒരു ഭ്രമണപഥത്തിൽ ഈ പേടകം കിടന്ന് കറങ്ങും. ആ സമയത്തൊക്കെ കൃത്യമായി ചെയ്യാനുള്ള ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. അതിനുവേണ്ടിയാണ് ആ കാത്തിരിപ്പ്. മാത്രവുമല്ല, ഒരു കൃത്യമായ എനർജി, അതായത് ഏറ്റവും കുറഞ്ഞ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് ചന്ദ്രനിലേക്കുള്ള യാത്ര നടത്തുക എന്ന ഒരു യുബേഴ്സ് പ്രിൻസിപ്പിൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ശാസ്ത്ര വൈദഗ്ധ്യമാണ് നമുക്കവിടെ കാണാൻ കഴിയുക. അതിന് പിന്നാലെ പിന്നീട് ഈ പേടകം കൃത്യമായ ഇടവേളകളിൽ ആവശ്യമായ ത്രസ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ബൂസ്റ്റ് ചെയ്ത് അതിന്റെ ഗതിയിൽ മാറ്റം വരുത്തി പിന്നീട് ചന്ദ്രനിലേക്കുള്ള യാത്ര തുടരുകയും ചെയ്യും. പിന്നീട് 6-ാം ദിവസം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ഇത് പ്രവേശിക്കുകയും ചെയ്യും. അങ്ങനെ ചന്ദ്രനെ ചുറ്റി പിന്നീട് അത് തിരികെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര നടത്തുകയും ചെയ്യും. ഏറ്റവും ഒടുവിൽ ഈ രീതിയിൽ വീണ്ടും ഭൂമിയെ ഒരു തവണ ചുറ്റി അങ്ങനെ പസഫിക് സമുദ്രത്തിലേക്ക് ഇത് ഒരു സ്പ്ലാഷ് ഡൗൺ ചെയ്ത് വരികയും ചെയ്യും. സ്പ്ലാഷ് ഡൗൺ ഒക്കെ ഒരുപക്ഷെ പ്രേക്ഷകർ ഈ ആക്സിയം ഫോറും അതോടൊപ്പം തന്നെ നമ്മൾ നിരവധി തവണ സ്പേസ് എക്സിന്റെ ഒക്കെ അത്തരം മിഷനുകൾ കണ്ടതാണ്. പാരച്യൂട്ടുകൾ വിടർത്തി അത് കടലിലേക്ക് ഇറങ്ങുന്ന ആ പ്രോസസ്സിനെയാണ് സ്പ്ലാഷ് ഡൗൺ എന്ന് പറയാം. ഇവിടെയും അത് സംഭവിക്കാൻ പോവുകയാണ്. പക്ഷേ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ദൗത്യത്തിനൊടുവിലാണ് തിരികെ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ അത് സ്പ്ലാഷ് ഡൗൺ ചെയ്ത് ഇറങ്ങാൻ പോകുന്നത്. വീണ്ടും തത്സമയ ദൃശ്യങ്ങൾ വരുന്നു. അവിടെ നമുക്ക് ആ റോക്കറ്റിന്റെ ഒരു വിദൂര ദൃശ്യം നമുക്കിപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നു. SLS റോക്കറ്റ് എന്ന് പറയുന്ന ആ ഓറഞ്ച് കളറുള്ള ആ റോക്കറ്റിന്റെ ദൃശ്യം അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാ ഇപ്പോൾ അവിടെ നാസയുടെ ഗ്രൗണ്ട് സ്റ്റേഷനിലുള്ള അതിന്റെ ശാസ്ത്രജ്ഞർ കൃത്യമായി ഇതിനെ മോണിറ്റർ ചെയ്യുന്നു, കൃത്യമായി കാര്യങ്ങൾ അറിയിക്കുകയുമാണ്. ഇനി കേവലം മിനിറ്റുകൾ മാത്രമാണ് ഈ ചരിത്ര ദൗത്യത്തിന് ബാക്കിയുള്ളത്. ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം
3 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിരിക്കുന്നു. 3:54 ഈ വിക്ഷേപണം നടക്കുക എന്നുകൂടി അറിയുക. ഈ പറയുന്നത് പോലെ കൃത്യമായ ഇത് മറ്റൊരു ഗ്രാഫ് കൂടി നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കുറച്ചുകൂടി വ്യക്തമായി ഈ ഗ്രാഫിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വെച്ച് നമ്മുടെ പേടകം വേർപെടുന്നതും പിന്നീട് പേടകം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതും. ഈ സമയത്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്യമായി അതിലുള്ള ബൂസ്റ്ററുകൾ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിച്ചാണ് അത് യാത്ര ചെയ്തത്. ഭൂമിയെ പിന്നീട് വലം വയ്ക്കുന്നു. ഏറ്റവും ഒടുവിൽ ഓരോ തവണ ഭ്രമണപഥം ഉയർത്തി പിന്നീട് ചന്ദ്രനിലേക്കുള്ള യാത്ര തുടങ്ങുകയും ചെയ്യും. ചന്ദ്രനെ ചുറ്റി അത് വലം വെച്ച് ഭൂമിയിലേക്ക് മടക്കയാത്ര. ഒരു 8 ആകൃതിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിലൂടെയാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് നാസ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ 10 ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ടെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ് നേരത്തെ പറഞ്ഞു നിർത്തിയത്. അതിൽ വീണ്ടും നമുക്ക് തുടങ്ങാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യർക്ക് ഒരു ആപത്തും വരുത്താതെ, അവരുടെ ജീവന് ഒരു ആപത്തും വരുത്താതെ തിരികെ ഭൂമിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായി ഈ ലൈഫ് പ്രൊട്ടക്റ്റിംഗ് സിസ്റ്റം ഒക്കെ കൃത്യമായി അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നതിന്റെ ഒരു പരിശോധനയായിരിക്കും നമുക്ക് പ്രധാനമായും ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഉണ്ടാവുക. ഇപ്പോൾ വീണ്ടും പ്രേക്ഷകർ കാണാം, ഇതിനൊരു ദൃശ്യം കാണാം. അതിൽ ഏറ്റവും മുകളിലുള്ള ആ വെള്ള നിറത്തിലുള്ള ഭാഗമാണ് ഒറയൺ എന്ന് പറയുന്ന പേടകം. ആ പേടകത്തിനകത്താണ് നമ്മുടെ 4 സഞ്ചാരികളും 4 യാത്രികരും ഇപ്പോൾ കഴിയുന്നത്. അതിന്റെ ഹാച്ച് ഡോറൊക്കെ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി കേവലം മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ പേടകത്തെ ഫിക്സ് ചെയ്ത് നിർത്തിയിരിക്കുന്ന അതിന് താഴേക്കുള്ള ആ ഓറഞ്ച് യെല്ലോ കളർ ഭാഗം, അതാണ് റോക്കറ്റിന്റെ ഇന്ധന ടാങ്ക് അടക്കമുള്ള ഭാഗം. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള SLS എന്ന് പറയുന്ന റോക്കറ്റാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ലിക്വിഡ് ഓക്സിജനും ലിക്വിഡ് ഹൈഡ്രജനും ആണ് ഇതിന് ഇന്ധനമായി ഉപയോഗിച്ചിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട പ്രോസസ്സിലൂടെയാണ് ഇതിൽ ഇന്ധനം നിറച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 1,96,000 ഗാലൻ ലിക്വിഡ് ഓക്സിജൻ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 7.5 ലക്ഷത്തോളം ലിറ്റർ ലിക്വിഡ് ഓക്സിജൻ നിറച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ തന്നെ അതിൽ വ്യക്തമാക്കുന്നത്. ആ പ്രോസസ് എല്ലാം വളരെ നേരത്തെ തന്നെ പൂർത്തിയാക്കിയതാണ്. പിന്നീട് ഈ പേടകത്തിനകത്തേക്ക് നമ്മുടെ 4 പേരും പ്രവേശിക്കുന്നു. അതിന് പിന്നാലെ അവർ കൃത്യമായി അവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിപ്പുറപ്പിക്കുന്നു. അവർക്ക് നേരത്തെ ധരിക്കാൻ നൽകിയ ആ ജാക്കറ്റ്, ആ സ്യൂട്ട്, സ്പെഷ്യൽ ജാക്കറ്റാണ്. ഒറയൺ ക്രൂ സർവൈവൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്യൂട്ടാണ്. ഒരു ഓറഞ്ച് കളറിലുള്ള അല്ലെങ്കിൽ ഓറഞ്ച് റെഡ് കളറിലുള്ള ഒരു സ്യൂട്ടാണ് അവർ ധരിക്കുന്നത്. അതൊരു ലൈഫ് സർവൈവൽ സിസ്റ്റം സ്യൂട്ട് കൂടിയാണെന്നാണ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത്. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ഒരു ജീവൻ ആപത്ത് വരുന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ ഒരു 6 ദിവസത്തേക്ക് കൂടി ആ സ്യൂട്ട് ധരിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് കഴിയാൻ കഴിയും. കൃത്യമായി ഓക്സിജൻ അവിടെ സപ്ലൈ ചെയ്യാൻ കഴിയും. ആ രീതിയിലാണ് ആ സ്യൂട്ട് ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ സ്യൂട്ട് ധരിച്ചാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ റോക്കറ്റിലെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ആ വെള്ളക്കടലുള്ള ഭാഗമാണ് ഒറയൺ എന്ന് പറയുന്ന പേടകം. ആ പേടകത്തിനകത്താണ് നമ്മുടെ 4 പേരും 4 സഞ്ചാരികളും ഇപ്പോൾ കഴിയുന്നത്. വലതുഭാഗത്ത് നമുക്ക് കാണാം, നമുക്ക് ആ ടിക്കർ ഒഴിവാക്കി കഴിഞ്ഞാൽ വലതുഭാഗത്തെ ആ ദൃശ്യം കൂടി കാണാം. അതിനകത്തു നിന്നുള്ള ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അകത്തുള്ള ദൃശ്യം കൂടി ഉണ്ട്. ആ 4 പേരും അവിടെ ഏത് രീതിയിലാണ് ഇരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. 4 പേർക്ക് കൃത്യമായി വളരെ ഞെങ്ങിഞ്ഞിരിക്കാനുള്ളൊരു ഇടം മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. പക്ഷേ പ്രേക്ഷകർ അതിന്റെ സ്വാഭാവികമായിട്ടും ഈ 10 ദിവസം ഉള്ള സമയത്ത് അവർക്ക് ഭക്ഷണം കഴിക്കണം, അവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉപയോഗിക്കണം. ഈ സൗകര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള അത്തരം സൗകര്യങ്ങളല്ല. പക്ഷേ അത് ഇത്തരം ബഹിരാകാശ സഞ്ചാരികൾക്കൊക്കെ പരിചയമുള്ള അത്തരം ഫെസിലിറ്റീസ് ആണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലും ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മുടെ ലൈഫ് നിലനിർത്തി കൊണ്ടുപോകാൻ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഈ 10 ദിവസം ഈ പറയുന്ന പേടകത്തിനകത്ത് സാധ്യമാകുന്നത് എന്നതുകൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത് ഏറ്റവും നിർണായകമായ ഒരു ദൗത്യമായി മാറുകയും ചെയ്തത്. ഭക്ഷണം, ഈ 4 പേരും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഈ പറയുന്ന പോലെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്, അതുപോലെ യൂറിൻ പാസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതെല്ലാം ടെസ്റ്റ് ചെയ്യപ്പെടണം എന്നാണ് നാസ വ്യക്തമാക്കുന്നത്. കാരണം വരും കാലങ്ങളിൽ ഇത്തരത്തിൽ വലിയ മിഷനുകളുടെ ഭാഗമായി കൂടുതൽ മനുഷ്യർ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമൊക്കെ പോകും. ആ സമയത്ത് ദിവസങ്ങളെല്ലാം ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന, മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ദൗത്യമായിരിക്കും. അവിടേക്കാണ് പോകുന്നതെങ്കിൽ ഇത്തരം സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതാ ഒരിക്കൽ കൂടി തത്സമയ ദൃശ്യങ്ങളിലേക്ക്. Okay. Copy all. And launch director NTD, you copy? വളരെ വിദൂരതയിലുള്ള ഒരു ദൃശ്യം പ്രേക്ഷകർക്ക് വളരെ വ്യക്തമായി കാണാം. ഏറ്റവും മുകളിലുള്ള ആ ഭാഗമാണ്
ഈ പേടകം ഒറൈൻ എന്ന് പറയുന്ന പേടകം, ആ പേടകത്തിനകത്താണ് നമ്മുടെ 4 പേരും കഴിയുന്നത്. അതിന് താഴെയുള്ള ഓറഞ്ച് കളറിലുള്ള അത് റോക്കറ്റ്, SLS റോക്കറ്റ്. ആ റോക്കറ്റാണ് 3:54 കുതിച്ചുയരാൻ പോകുന്നത്. ഇതിന് കേവലം 11 മിനിറ്റ് മാത്രമാണ് ഈ ചരിത്ര ദൗത്യത്തിന്റെ വിക്ഷേപണത്തിനായി ബാക്കിയുള്ളത്. ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ലോകം. ഈ ദൗത്യം അത് 10 ദിവസം കഴിഞ്ഞ് പൂർത്തിയാക്കി മടങ്ങി തിരികെ എത്തുമ്പോൾ അത് ഒരു പുതിയ നാഴികക്കല്ലായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ തുടർ ദൗത്യങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്നുകൂടി മനസ്സിലാക്കുക. എന്തിന് ഇപ്പോൾ ഇങ്ങനൊരു ദൗത്യം നടത്തുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതൊരു ടെസ്റ്റ് മിഷനാണ് എന്നുകൂടി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 2040 ചൊവ്വാഗ്രഹത്തിൽ മനുഷ്യരെ എത്തിക്കുക, അവിടെ ഒരു മനുഷ്യരുടെ സെറ്റിൽമെന്റ് ഉണ്ടാക്കുക എന്നതാണ് ശാസ്ത്രജ്ഞരുടെ ലക്ഷ്യം. അതായത് ഭൂമിക്ക് പുറമെ ഭൂമിയോടുമായി ഏറ്റവും സാദൃശ്യമുള്ള ഒരു ഗ്രഹമായി ഇപ്പോൾ മനുഷ്യർ കണ്ടെത്തിയിരിക്കുന്നത് ചൊവ്വയാണ്. അവിടെ നമുക്ക് വാസയോഗ്യമായ ഒരിടമല്ല, പക്ഷേ അവിടെ വാസയോഗ്യമാക്കി എടുക്കാം. അതിന് പ്രത്യേക സെറ്റിൽമെന്റുകൾ വേണം എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ മുൻപ് വെള്ളം ഉണ്ടായിട്ടുണ്ട് എന്ന വ്യക്തമായ തെളിവുകൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 2040 തന്നെ അവിടെ ഒരു ഹ്യൂമൻ സെറ്റിൽമെന്റ് ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. പക്ഷേ അങ്ങോട്ട് ആഴ്ചകൾ, മാസങ്ങൾ നീളുന്ന യാത്ര ആവശ്യമായി വരും. അതുകൊണ്ട് ഒരു ഇടത്താവളം വേണം. ആ ഇടത്താവളമായി എന്തുകൊണ്ട് ചന്ദ്രനെ ഉപയോഗപ്പെടുത്തിക്കൂടാ എന്നാണ് ഇപ്പോൾ മനുഷ്യർ ചിന്തിക്കുന്നത്. 2030 അത് സാധ്യമാകും. 2030 ഒരു ബേസ്മെന്റ്, ഒരു ഹ്യൂമൻ ബേസ്മെന്റ് അവിടെ ചന്ദ്രനിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നാസ വിശ്വസിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള മിഷനുകളിലാണ് ഈ ആർട്ടിമിസ് എന്ന് പറയുന്ന ദൗത്യം. അതിന്റെ ആർട്ടിമിസ് 2 ഉണ്ട്. ഇനി ആർട്ടിമിസ് 3യും 4ഉം ഇതിനോടകം നാസ പ്രഖ്യാപിച്ചു തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ആർട്ടിമിസ് 3 2028 നടക്കാൻ പോവുകയാണ്. അതൊരു ടെസ്റ്റ് മിഷനാണ് ഇതിനോടകം നാസ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെ ടെക്നോളജികളാണ് ഉപയോഗിക്കുന്നത്, അതിനൊരു ഡെമോൺസ്ട്രേഷൻ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് നാസ വ്യക്തമാക്കിയത്. ഇനി 2030 മുമ്പായി ഈ പറയുന്ന ആർട്ടിമിസ് 4 എന്ന് പറയുന്ന ദൗത്യം നടക്കും. ആ ദൗത്യത്തിലാണ് മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങാൻ പോകുന്നത്. പിന്നാലെ നടക്കുന്ന ദൗത്യങ്ങളിൽ ചന്ദ്രനിൽ കൃത്യമായി ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഒരു ഹ്യൂമൻ ബേസ് ഉണ്ടാക്കുക, അവിടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നീട് അവിടെ നിന്നും മറ്റ് ഗോളങ്ങളിലേക്കുള്ള, മറ്റിടങ്ങളിലേക്കുള്ള മനുഷ്യ ദൗത്യങ്ങൾ നടത്താൻ കഴിയും എന്ന വിശ്വാസമാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർക്കുള്ളത്. അത് നമ്മൾ നേരത്തെ സ്വപ്നം കണ്ട സംഭവങ്ങളെല്ലാം തന്നെ അത് സാക്ഷാത്കരിക്കാനുള്ള ഒരു ഓട്ടത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അതിനായി ഒത്തുപിടിക്കുന്നു ശാസ്ത്രജ്ഞർ, ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ ഒത്തുപിടിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 54 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രീതിയിൽ ബഹിരാകാശ സ്വപ്നങ്ങളിൽ മറ്റൊരിടത്തേക്ക് മനുഷ്യരെ എത്തിക്കുക എന്ന സ്വപ്നം ചിറകുവിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർണായകമായ നാഴികക്കല്ല് പിന്നിടാൻ പോവുകയാണ്. ഇനി കേവലം മിനിറ്റുകൾക്കപ്പുറം ദൃശ്യങ്ങളിൽ വീണ്ടും നമുക്ക് റോക്കറ്റിന്റെ ഒരു വിദൂര ദൃശ്യം കാണാം. ഒരുപാട് പേർ നേരിട്ടും അതുപോലെ ടിവിയിലും ലക്ഷക്കണക്കിന് ആളുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അത്ഭുതം അല്ലെങ്കിൽ ഈ നിർണായകമായ മുഹൂർത്തം. 3:45 ആയിരിക്കുന്നു സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം. 3:46. ഇനി കേവലം 8 മിനിറ്റുകൾ മാത്രമാണ് 3:54 വിക്ഷേപണ സമയത്തിന് ബാക്കിയുള്ളത്. ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ദൗത്യത്തിനായി. വീണ്ടും തത്സമയ ദൃശ്യങ്ങളിൽ. Yes, sir, that's correct. It is 1/10 hertz. Yeah, so from our perspective, the allowance is effectively up to 30 seconds, up to 3 samples based on the 1/10 hertz. This is not an LCC violation, I believe. Yes, sir, I would agree with that at this point. Copy that. We're checking with KUSN 232. I don't think they have 212 access. We're trying to verify, but പേടകത്തിനകത്തുള്ള സഞ്ചാരികളുമായി ഗ്രൗണ്ട് സ്റ്റേഷനിലുള്ള സ്റ്റാഫുകൾ സംസാരിക്കുകയാണ്. ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിക്കേണ്ട എല്ലാ നിയമങ്ങളും നിയമാവലികളും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ്. എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ മാത്രമായിരിക്കും ഈ വിക്ഷേപണം ഉണ്ടാവുക. നേരത്തെ വ്യക്തമാക്കിയതാണ്. 80% വളരെ അനുകൂലമായ കാലാവസ്ഥ എന്ന് കണ്ടതിനെ തുടർന്നാണ് ഇന്ന് തന്നെ ഈ വിക്ഷേപണം നടത്താമെന്ന തീരുമാനം നേരത്തെ നാസ കൈക്കൊണ്ടത്. വീണ്ടും ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കാണാം. അവിടെ SLS റോക്കറ്റ് തയ്യാറായി നിൽക്കുന്നു വിക്ഷേപണത്തിനായി. കൗണ്ട് ഡൗൺ ഇനി മിനിറ്റുകൾക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു സമയം. ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ദൗത്യത്തിന്റെ ആരംഭത്തിനായി. ഏറ്റവും മുകളിൽ കാണുന്ന ആ വെള്ള നിറത്തിലുള്ള ആ പേടകം, ആ ഭാഗമാണ് നമ്മുടെ കണ്ണ്. അവിടെ അതിനകത്താണ് നമ്മുടെ പ്രതിനിധികളായി 4 മനുഷ്യർ അവിടെ
ഇരിപ്പുറപ്പിച്ചിട്ടുള്ളത്. ഒറൈൻ എന്നാണ് ആ പേടകത്തിന്റെ പേര്. ഈ പേരുകൾ പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. അരനൂറ്റാണ്ടിന് ശേഷം മനുഷ്യരാദ്യമായി ചന്ദ്രനിലേക്ക് എത്തിക്കുന്ന പേടകം, അതിന്റെ പേര് ഒറൈൻ എന്നാണ്. ഒറൈൻ എന്ന പേടകത്തിലാണ് ഈ 4 മനുഷ്യരും സഞ്ചരിക്കാൻ പോകുന്നത്. അതിനെ വഹിക്കുന്ന ഏറ്റവും കരുത്തിലുള്ള, നാസ തന്നെ വ്യക്തമാക്കുന്നത്, ഇതിനോടകം മനുഷ്യർ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും കരുത്തേറിയ റോക്കറ്റാണ് ഈ സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന് പറയുന്ന SLS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ റോക്കറ്റ് എന്നാണ് നാസ അവകാശപ്പെടുന്നത്. അത്രയും കരുത്തുള്ള ആ റോക്കറ്റിൽ ആണ് ഈ ഒറൈൻ പേടകത്തെ ഘടിപ്പിച്ചിരിക്കുന്നത്. ആ പേടകത്തിലുള്ള 4 പേരുമായി അല്പ സമയത്തിനകം ഈ റോക്കറ്റ് കുതിച്ചുവരും. സ്റ്റുഡിയോ ക്ലോക്കിൽ 3:48 ആയിരിക്കുന്നു സമയം. 6 മിനിറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. And launch director, with that, we are clear and ready to pick up the launch readiness poll with your go. All right, sir. I am go for the poll. All right. And for all personnel, this is the NTD conducting the Artemis II launch readiness check. Verify ready to resume count and go for launch. OTC. TC is go. STC. STC is go. GTC. C's go. MCO. TO's go. Safety console. The safety console is go. LPE. യെസ്, ഫൈനൽ ചെക്കിനുള്ള സമയമാണ്. ഫൈനൽ ചെക്ക് എല്ലാം ക്ലിയർ എന്ന മറുപടി ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ലഭിക്കുകയാണ് ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക്. അങ്ങനെയെങ്കിൽ വി ആർ റെഡി ഫോർ ലോഞ്ച് എന്ന കമാൻഡ് വന്നു കഴിഞ്ഞു. വിക്ഷേപണം അല്പസമയത്തിനകം 3:54 ഇനി കേവലം 5 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ആകാംക്ഷ ഏറുന്ന നിമിഷങ്ങളിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നു, നമ്മൾ ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്നും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ശാസ്ത്രജ്ഞരെ കാണുന്നു. ഒരു വലിയ വിഭാഗം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. വർഷങ്ങളുടെ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ആർട്ടിമിസ് 2 എന്ന ഈ ദൗത്യം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. The Artemis CSOs are go. Thank you. Range weather. Launch weather is go. Thank you, LWO. And Artemis MMT chair. MMTs go. Thank you, John. And Integrity launch director. Good to hear your voice, Charlie. PLC. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫൈനൽ ചെക്കാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഓരോ വിഭാഗങ്ങളും കൃത്യമായ മറുപടി നൽകുന്നു. ഗോ എന്നാൽ വി ആർ റെഡി, ഇറ്റ്സ് ഓക്കെ എന്നാണ്. അപ്പോൾ ഓരോ ഇടങ്ങളും ചെക്ക് ചെയ്യാണ്. നമ്മൾ നേരത്തെ കണ്ടു ലോഞ്ച് വെതർ എന്ന ഒരു കമാൻഡ്, അതിന് ഗോ എന്നാണ് മറുപടി ലഭിച്ചത്. അതായത് വെതർ, കാലാവസ്ഥ ഓക്കെയാണ്. അങ്ങനെ ഓരോ വിഭാഗങ്ങളും ഓരോ ഡിപ്പാർട്ട്മെന്റുകളും കൃത്യമായി ഗോ എന്ന റിപ്ലൈ തന്നെ നൽകുന്നു. അതായത് റെഡിയാണ്, മിഷൻ ഈസ് ഓൺ. ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. 4 മിനിറ്റാണ് ഇനി ബാക്കിയുള്ളത് ലോഞ്ച് ആരംഭിക്കാൻ, വിക്ഷേപണം ആരംഭിക്കാൻ. 39B ലോഞ്ച് പാഡ് 39B ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു. കെന്നഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് പാഡ് 39Bയിലാണ് ഈ വിക്ഷേപണം നടക്കുന്നത്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് പാഡ് 39Bയിലാണ് ഈ വിക്ഷേപണം ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ലോകം. Yes, sir. You have a go to proceed with countdown. Copy that. I'll put it in work. CDR, NTD. Go. Get risers and initiate short purge per your EPROC 10.1.1, steps 8 and 9. 10.1.1, 8, 9, going in work. Copy. CBSE, NTD. Start and verify recordings of our Orion cameras. Copy. Okay. Well, there you heard it. R-Star, NTD. R-Star. They're getting ready to start terminal count. AR rotation enable at this time, please. It's currently at T-minus 10 minutes. Once we wrap up this last bit of work, FNA arm rotation enable complete. we're going to start that clock. Copy that. Thank you. Integrity crew, close and lock visors. You heard an issue, worked in real time with telemetry lock on the Orion. It was transitory. It was very short. They checked the data.
confirmed that they had a good lock. This was with the S-band transmitter on the Orion. Worked through that issue, looked at the data, and cleared it. All with the world watching. Impressive work by the launch team. So we have a 2-hour window, which starts in just a few minutes at 6:24 p.m. Eastern Time and goes until 8:24 p.m. Eastern Time. And ECL NTD will be waiting for your verification on the short purge. 3:53 ഇപ്പോൾ സമയം. ഇനി കേവലം സെക്കൻഡുകൾ മാത്രമാണ് വിക്ഷേപണം നടക്കാൻ ബാക്കിയുള്ളത്. ആകാംക്ഷയോടെ ലോകം കാത്തിരിക്കുന്നു. ഭൂമിയിൽ നിന്നും 4 മനുഷ്യർ ചന്ദ്രനിലേക്ക് ഒരു യാത്ര പോവുകയാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രക്കൊടുവിൽ അവർ തിരികെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തും. അവർക്ക് വികാരനിർഭരമായ യാത്രയപ്പ് നൽകിക്കഴിഞ്ഞു. മണിക്കൂറുകൾക്ക് മുൻപേ ആ ചടങ്ങുകൾ പൂർത്തിയായതാണ്. ഇപ്പോൾ 4 പേർ, റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച് ആൻഡ് ജെറമി ഹാൻസൺ, ഈ 4 പേരാണ് മനുഷ്യരുടെ പ്രതിനിധികളായി ചന്ദ്രനിലേക്ക് യാത്ര പോകുന്നത്. 1/2 നൂറ്റാണ്ടിന് ശേഷമാണ് മനുഷ്യർ ചന്ദ്രനിലേക്ക് പോകുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇത് അല്പസമയത്തിനകം ആ വിക്ഷേപണം നടക്കാൻ പോകുന്നു. ഇനി സെക്കൻഡുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നേരത്തെ അറിയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി സമയം 2 മിനിറ്റ് കൂടി നീട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3:54 എന്നുള്ളത് 3:56 മാറുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലെറ്റ്സ് വെയിറ്റ്. Just wrapping up some final work. And once that's completed, you'll hear NASA Test Director Jeff Spaulding ask for the ground launch sequencer operator to go ahead and start the clock. The ground launch sequencer is an application software. It runs on top of the launch control system in the firing room. Acts like a conductor of an orchestra, executing hundreds of commands in precise order and timing. It's all autonomous. NTD CCL 212, short purge initiations verified. All right, copy that, and we're verifying our constraints. വളരെ കൃത്യമായി പാലിക്കേണ്ട എല്ലാ പ്രോട്ടോകോളുകളും ഓരോ ഘട്ടത്തിലും വളരെ പ്രിസൈസായി, വളരെ കൃത്യമായി അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് കൃത്യമായ മറുപടികൾ ലഭിച്ചെങ്കിൽ മാത്രമേ ആ വിക്ഷേപണത്തിലേക്ക് പോവുകയും ചെയ്യുള്ളൂ. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഓരോ ഘട്ടത്തിലും അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസാന നിമിഷവും അതിൽ ഫൈനൽ ഗോ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഫൈനൽ കൗണ്ട് ഡൗൺ തുടങ്ങുക എന്നാണ് ഇപ്പോൾ നാസ അധികൃതർ അറിയിക്കുന്നത്. അതിനായുള്ള കാത്തിരിപ്പാണ്. നേരത്തെ അറിയിച്ചതിൽ നിന്നും അല്പം സമയം മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. We are now counting down to lift off of Artemis 2. Yes. അവസാന 10 മിനിറ്റിലേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ട്. 10 മിനിറ്റിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ അറിയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി 10 മിനിറ്റ് അധിക സമയം എടുത്താണ് ഈ വിക്ഷേപണം എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അവിടെ ആ വലിയ ക്ലോക്കിൽ നമുക്കിപ്പോൾ ആ കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടുണ്ട്. ഇനി കേവലം 9 മിനിറ്റും 20 സെക്കൻഡും മാത്രമാണ് ബാക്കിയുള്ളത്. നേരത്തെ അറിയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി സമയത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ശാസ്ത്രജ്ഞൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ എല്ലാം അക്യുറേറ്റ് ആവുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ ഈ വിക്ഷേപണം സംഭവിക്കുകയുള്ളൂ എന്ന് നാസ നേരത്തെ വ്യക്തമാക്കിയതാണ്. അതിന് പല ഘടകങ്ങളുണ്ട്. ഒന്ന്, ഇന്ധന ടാങ്കിന്റെ സുരക്ഷിതത്വം, അതിലെ മർദ്ദം, അതോടൊപ്പം തന്നെ ഇതിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ശാരീരിക നില, ഒപ്പം തന്നെ കാലാവസ്ഥ, അവിടെ അനുഭവപ്പെടുന്ന കാറ്റ്, ഇതെല്ലാം ഏറ്റവും അക്യുറേറ്റ് ആയി ഏറ്റവും കൃത്യമാകുന്ന ഒരു ഘട്ടത്തിൽ മാത്രമായിരിക്കും ഈ വിക്ഷേപണം സാധ്യമാകുക. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ സമയം ഈ രീതിയിൽ മാറ്റി ക്രമീകരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി കേവലം 8 മിനിറ്റ് 8.5 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ഫൈനൽ കൗണ്ട് ഡൗൺ ആണ്. വർഷങ്ങളുടെ കാത്തിരിപ്പ്, ഒരു അരനൂറ്റാണ്ടിന്റെ കാത്തിരിപ്പ് എന്ന് പറയാം. മനുഷ്യർ വീണ്ടും ചന്ദ്രനിലേക്ക് പോവുകയാണ്. അരനൂറ്റാണ്ടിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 54 വർഷത്തിന് ശേഷം മനുഷ്യർ വീണ്ടും ചന്ദ്രനിലേക്ക് യാത്രയാവുകയാണ്. ഈ ഏറ്റവും നിർണായകമായ ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ
ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ടിവിയിലൂടെ ഇത് വീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നേരിട്ട് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക ഗാലറിയിൽ ഇരുന്ന് അത് കാണുവാൻ ആയിരക്കണക്കിന് ആളുകൾ അവിടെ എത്തിയിട്ടുമുണ്ട് എന്ന് നേരത്തെ നാസ വ്യക്തമാക്കിയതാണ്. ഇതിന്റെ ഒരു ആകാശ ദൃശ്യം, ഈ റോക്കറ്റിന്റെ ഒരു ആകാശ ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അതിൽ വ്യക്തമാണ് ഏറ്റവും മുകളിലുള്ള അതിന്റെ സപ്പോർട്ട് മാറ്റുകയാണ്. അതിന്റെ സപ്പോർട്ട് മാറ്റിയിരിക്കുന്നു, സപ്പോർട്ട് ക്രെയിൻ മാറ്റിയിരിക്കുന്നു. വളരെ വ്യക്തമായി ഇപ്പോൾ ആ റോക്കറ്റ് മാത്രമായി നമുക്ക് കാണാം. ഏറ്റവും മുകളിലുള്ള ആ വെള്ള കളറുള്ള ഭാഗമാണ് ഒറൈൻ എന്ന പേടകം. ആ ഒറൈൻ പേടകത്തിലാണ് 4 പേർ ചന്ദ്രനിലേക്ക് യാത്രയാവുന്നത്. ഈ 4 ആസ്ട്രോനോട്ടും ധരിച്ചിരിക്കുന്ന സ്പെഷ്യൽ സ്യൂട്ട്, അതിന് പറയുന്നത് ഒറൈൻ ക്രൂ സർവൈവൽ സിസ്റ്റം സ്യൂട്ട് എന്നാണ്. അത് അവരുടെ ലോഞ്ച് സമയത്തും തിരികെ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോഴും ധരിക്കേണ്ട സ്യൂട്ട് മാത്രമല്ല, എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സ്യൂട്ട് കൂടിയാണ് എന്നതാണ് പ്രത്യേകത. ഇനി ബഹിരാകാശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ആ സ്യൂട്ട് അഴിച്ചു മാറ്റാം. സാധാരണ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അവർക്ക് ഈ 10 ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അതെല്ലാം ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. അവർ ഭക്ഷണം കഴിക്കുന്ന രീതി, ഒപ്പം തന്നെ ഭക്ഷണം ഏത് രീതിയിൽ അവർക്കത് ഹൈഡ്രേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട്, ഒപ്പം വെള്ളം കുടിക്കുന്ന രീതി, ഇതെല്ലാം ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. കാരണം മനുഷ്യർ ഇതിനോടകം സഞ്ചരിക്കാത്ത അത്രയും അകലേക്ക് സഞ്ചരിക്കാൻ പോവുകയാണ്, അതും ബഹിരാകാശത്ത്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നും അകന്ന് അവിടെ ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം കൂടുതലായി അനുഭവപ്പെടുന്ന മേഖലയിലേക്കൊക്കെ നമ്മൾ കടക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ശാരീരികമായ മാറ്റങ്ങൾ അത് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ മനുഷ്യരെ യഥാർത്ഥത്തിൽ ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഇറക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായി അത് രേഖപ്പെടുത്തുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. അതിന് ഓരോരുത്തർക്കും, ഈ 4 പേർക്കും ഓരോ ദിവസങ്ങളിലായി ഓരോ ടാസ്കുകൾ നൽകിയിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ചൊവ്വയിലേക്കൊക്കെയുള്ള യാത്രയിൽ ആഴ്ചകൾ സമയം, മാസങ്ങൾ സമയമെടുക്കും. അപ്പോൾ ആ സമയത്ത് ഓരോ ദിവസവും ചെയ്യേണ്ട എക്സസൈസ്, അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കൂടി ഈ പേടകത്തിനകത്ത് വെച്ച് ഇവർ ചെയ്യും എന്നാണ് ഇപ്പോൾ നാസ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും കൃത്യമായി എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ സമയത്ത് ചെയ്യണം, എന്ത് ചെയ്യണം എന്നതൊക്കെ സംബന്ധിച്ച് കൃത്യമായ ചില പ്രോട്ടോക്കോളുകൾ, നിയമാവലികൾ, ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുകയാണ് ഈ 10 ദിവസത്തെ യാത്രയിൽ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ചന്ദ്രനിൽ നിന്നും ഏറ്റവും കുറഞ്ഞ അകലം എന്ന് പറയുന്നത് ഏതാണ്ട് 4000 കിലോമീറ്റർ മാത്രമായിരിക്കും. ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്നും 4000 കിലോമീറ്റർ അകലെയായിരിക്കും ഏറ്റവും അടുത്തേക്ക് ഈ പേടകം പോവുക. ആ സമയത്തൊക്കെ നേരിട്ട് മനുഷ്യരായി 4 പേർക്കും പകർത്താൻ കഴിയുന്ന ചിത്രങ്ങൾക്ക് അത്രമേൽ പ്രത്യേകതയുണ്ട്. മുൻപൊരിക്കലും ലഭിക്കാത്ത വിധത്തിലുള്ള ഏറ്റവും ക്ലാരിറ്റിയുള്ള HD ക്വാളിറ്റിയുള്ള പുതിയ ചിത്രങ്ങൾ നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. ചന്ദ്രനെ കുറിച്ചും തിരികെ അവിടുന്ന് ഭൂമിയിലേക്കുള്ള കാഴ്ചയൊക്കെ വിസ്മയകരമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി നാസ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ദൗത്യത്തിന്റെ തത്സമയ സ്ട്രീമിംഗ്, ലൈവ് സ്ട്രീമിംഗ് നൽകുമെന്നാണ് നാസ വ്യക്തമാക്കിയിരിക്കുന്നത്. അതൊക്കെ ഇനി നമുക്ക് വരും മണിക്കൂറുകളിൽ ലഭിച്ചു തുടങ്ങുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാസയുടെ വിവിധ ഹാൻഡിലുകളിൽ കൂടി തന്നെ അത് ജനങ്ങളിലേക്ക് എത്തും എന്ന് നാസ അറിയിക്കുന്നുണ്ട്. അതെങ്ങനെയെന്നുള്ള കാര്യങ്ങളിലൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമായി തുടങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാകും. ഓരോ ഘട്ടങ്ങളിലും മുന്നോട്ട് പോകുന്ന അതിന്റെ വീഡിയോ, ചിത്രങ്ങൾ ഒക്കെയായി അത് ലഭ്യമാക്കി തരും എന്നാണ് നാസ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതൊക്കെ നൽകാൻ പോകുന്ന വിസ്മയം അത് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. ഒരുപക്ഷെ ശാസ്ത്രത്തെ, ബഹിരാകാശ ശാസ്ത്രത്തെയൊക്കെ വളരെ അടുത്തറിയുന്ന, ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ഏറ്റവും കൗതുകമുള്ള, ആകാംക്ഷയുള്ള മിനിറ്റുകളിലേക്ക് കാര്യങ്ങൾ വരികയാണ്. കൗണ്ട് ഡൗൺ അവസാന ഘട്ടത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഇനി കേവലം 2 മിനിറ്റ് മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുക. 3.5 മിനിറ്റ്, 3 മിനിറ്റും 40 സെക്കൻഡും മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഈ ലോഞ്ചിന്. അതിനായുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ആ കൗണ്ട് ഡൗൺ നമുക്കിവിടെ ക്ലോക്കിൽ കാണാം. 3.5 മിനിറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. നേരത്തെ അറിയിച്ചതിൽ നിന്നും വ്യത്യസ്തമായി അല്പം സമയം
അധികമായി ഇപ്പോൾ ഈ വിക്ഷേപണത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. അത് എല്ലാ അനോമലികളും ഒരിക്കൽ കൂടി ക്രോസ് ചെക്ക് ചെയ്ത് കൃത്യമായ ഒരു അക്യുറേറ്റ് സമയത്ത് ഈ വിക്ഷേപണം നടത്താൻ വേണ്ടിയാണ് എന്നതിനോടകം ശാസ്ത്രജ്ഞർ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.